ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബക്സ്റ്റാർ മീഡിയ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് മെമ്മറി ലൈഔട്ടിങ് സി പ്ലസ് പ്ലസ് ആണ്. അപ്പൊ സിയിൽ സി പ്ലസ് പ്ലസിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ മെമ്മറി ലൈഔട്ട് സിയിൽ സി പ്ലസ് പ്ലസിൽ മാത്രമല്ല പൈത്തൺ ജാവ ജാവാസ്ക്രിപ്റ്റ് എന്തിലായിക്കോട്ടെ ഈ ഒരു മെത്തേഡാണ് ആക്ച്വലി ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ്ലി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക്, ഫ്രീ മെമ്മറി, ഹീപ്പ്, ഇങ്ങനെ മൂന്ന് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഡാറ്റ സെഗ്മെന്റ്, DSS സെഗ്മെന്റ്, കോഡ് സെഗ്മെന്റ്, ഈ മൂന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ കോഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടെക്സ്റ്റ് സെഗ്മെന്റ് ആണ്. അതായത് ഒരു കോഡ് ലെറ്റർ ടെക്സ്റ്റ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹീപ്പിനെയും അതുപോലെ സ്റ്റാക്കിനും ഓവർ റൈഡ് ആവാണ്ട് എന്താ പറയാ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് വരാണ്ട് നമ്മളെ ഈ സ്റ്റാക്കിനെയും ഹീപ്പിനെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡാറ്റ സെഗ്മെന്റും BSS സെഗ്മെന്റും, ഡാറ്റ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലൈസ് ആയിട്ടുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ ഡാറ്റ സെഗ്മെന്റ് പറയുന്നത്. BSS സെഗ്മെന്റ് BSS സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അൺഇനീഷ്യലൈസ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. അതായത് നമ്മൾ ജസ്റ്റ് അതിലേക്ക് വാല്യൂസ് ഒന്നും ആഡ് ചെയ്യാത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ബൈ സിമ്പിൾ ഇന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആ ഒരു സംഭവം മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മളൊരു വാല്യൂ അതിലേക്ക് ആഡ് ചെയ്യാത്ത ടൈപ്പ് എന്താ പറയാ വേരിയബിൾസിനെയാണ് നമ്മൾ BSS സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് റിട്ടേൺ സീറോ വെച്ചൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ടെർമിനലിൽ വെച്ചിട്ടുണ്ട്. ടെർമിനൽ എന്ന് വെച്ചാൽ ഈ കോഡ് റൺ ചെയ്യാനുള്ള സംഭവമാണ് ടെർമിനൽ. ആൻഡ് ഈ ഫയൽസ് ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഇതും ഇതും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് മെയിൻ ഡോട്ട് CP ഇത് മാത്രം മതി. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല. സോ വൺ ഫയൽ ഓൺലി. ഓക്കെ, അപ്പൊ ഈ ഒരു ഫയൽ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ഫയൽ നമ്മൾ കമ്പൈൽ ചെയ്യാൻ പോകുന്നത്. കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് VS കോഡിൽ GCC കമ്പൈലർ, ഇവിടെ ഞാൻ ഇവിടെ ഓൾറെഡി GCC കമ്പൈലർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ GCC എന്ന് അടിച്ചു കഴിഞ്ഞാൽ GCC എന്ന് സംഭവം നിങ്ങളുടെ ഇതിലുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, GCC എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സ്റ്റൻഷനിൽ വന്നാൽ കോഡ് കോഡ് റണ്ണർ കോഡ് റണ്ണർ എന്ന് അടിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരു സംഭവം കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ റൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത മുകളിൽ ഇവിടെ റൺ ബട്ടൺ കാണാം, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൺ കോഡ് എന്ന് പറഞ്ഞ ഇടം Ctrl+Alt+N. ഞാൻ Ctrl+Alt+N എന്ന് വെച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മെയിൻ ഡോട്ട് TXE എന്ന് പറഞ്ഞ ഫയൽ വരും. ലെറ്റ്സ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പിടിക്കുകയാണ്. ആൻഡ് Ctrl+Alt+N, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓക്കെ, ഇവിടേക്ക് നോക്കിയിരുന്നോ ഈ ഒരു ഫയലിന്റെ ഇവിടെ ഒരു സാധനം വരും. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇവിടെ ഒരു മെയിൻ ഡോട്ട് EXE എന്ന് പറഞ്ഞ ഫയൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ബൈനറി. ആൻഡ് ദിസ് കോഡ് ഈസ് നമുക്കൊന്നും മനസ്സിലാവില്ല, മെഷീൻ കോഡാണ്. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇനി ഡാറ്റ സെഗ്മെന്റ് സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൈസ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട്. ഇതും നിങ്ങൾ എന്താ പറയാ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതാക്കണം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് അവൈലബിൾ ആക്കണമെങ്കിൽ ഇത് എൻവയോൺമെന്റൽ വേരിയബിളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആക്കാൻ പറ്റും. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. സോ സൈസ് നോക്കാൻ വേണ്ടിയിട്ട് സൈസ് ഓഫ് മെയിൻ ഡോട്ട് EXE നോക്കാം. EXE ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സിക്യൂട്ടബിൾ EXE നോക്കണം കേട്ടോ. ഓക്കെ, എക്സ് നോക്കിയാൽ നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ടെക്സ്റ്റ് സെഗ്മെന്റ് ഇത്രയൊക്കെയാണ് വരുന്നത്, അതുപോലെ ഡാറ്റ സെഗ്മെന്റ് ഇത്രയാണ് വരുന്നത്, BSS സെഗ്മെന്റ് ഇത്രയാണ് വരുന്നത്, DSS ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഈ ഡാറ്റ സെഗ്മെന്റും BSS സെഗ്മെന്റും എങ്ങനെയൊക്കെയാണ് മാറുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് സെഗ്മെന്റിൽ നമുക്കിപ്പോ ഇത്രയാണ് വാല്യൂ വരുന്നത്. സോ നിങ്ങൾ ഈ വാല്യൂ ജസ്റ്റ് നോക്കി വെക്കുക. ഞാൻ ഇവിടെ ഒരു ഗ്ലോബൽ വേരിയബിൾ ആഡ് ചെയ്യാണ്. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഡ് മെയിന്റെ പുറത്ത് എഴുതുന്ന എന്ത് വേരിയബിൾസിനെയും നമുക്ക് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഗ്ലോബൽ വേരിയബിൾ ഞാൻ ഇവിടെ ചെയ്താണ് ഇൻഡ് എ. ജസ്റ്റ് ഇൻഡ് എന്ന് പറയുന്നത്, ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു BSS സെഗ്മെന്റ് ആണ്. ബിക്കോസ് ഇതിൽ നമ്മൾ വാല്യൂസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സി നമുക്ക് ഇവിടെ ഞാൻ റൺ ചെയ്യുവാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യുവാണ്. റൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സൈസ് നോക്കുവാണ്. സൈസ് നോക്കുമ്പോൾ ഇവിടെ ലൈക്ക് ഇവിടെ പ്രത്യേകിച്ച് സൈസിന് സെയിം ഇതൊന്നും വന്നിട്ടില്ല, ബിക്കോസ് BSS സെഗ്മെന്റിൽ ഇത് ആഡ് ആയിട്ടില്ല. നമുക്കൊരു സ്റ്റാറ്റിക് ഇൻറ്റ് പി ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇത് ഡിലീറ്റ് കളയാണ്. ഞാൻ അവിടെ ഒന്നുകൂടി റൺ ചെയ്യുവാണ്. കോഡ് റൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ സൈസ് എടുത്തൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ ലൈക്ക് ഇവിടെ നമുക്ക് മാസീവ് ആയിട്ടുള്ള സൈസ് ചേഞ്ച് ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഇനി നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വാല്യൂ നമുക്ക് ആഡ് ചെയ്യണം. ഇൻറ്റ് എ ഇൻറ്റ് സി അസൈൻ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വാല്യൂബിൾ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നേരെ നമ്മുടെ ഡാറ്റ സെഗ്മെന്റിലേക്ക് പോകുന്നു. സോ ലെറ്റ്സ് സി റൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ
name. So yeah, we got a change, right? അപ്പൊ നമുക്ക് ഇവിടെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്കിപ്പോ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ 16 ബൈറ്റിന്റെ സൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സംഭവം ഇത് തന്നെ യൂസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ് സി. ഓക്കെ, കൺട്രോൾ ആക്കാൻ ആൻഡ് യാ, ഒരു ബൈറ്റ് തീരുന്ന വരെ ഇത് തന്നെയായിരിക്കും നമ്മുടെ ഡാറ്റ സെഗ്മെന്റ് യൂസ്. ഇത് ഓൾറെഡി BSS എടുത്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു സംഭവങ്ങളിൽ വാല്യൂ ആഡ് ചെയ്ത് കാണാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ BSS സെഗ്മെന്റും ഡാറ്റ സെഗ്മെന്റും ഒക്കെ വർക്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതില് വേറെ പ്രത്യേകിച്ച് വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഈ ഡാറ്റ സെഗ്മെന്റ് മെയിൻലി നമുക്ക് ടോക്ക് ചെയ്യാനുള്ളത് ഹീപ്പിനെ മെയിൻ വീഡിയോ കണ്ടെന്ന് സ്റ്റാക്ക് ഹീപ്പാണ്. ഓക്കെ, എന്താണ് ആക്ച്വലി സ്റ്റാക്ക്? സ്റ്റാക്ക് എന്ന് പറഞ്ഞാല് ലൈക്ക് ഇറ്റ്സ് എ ഡാറ്റ സ്ട്രക്ചർ അല്ലെ. സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചർ ആണ്. അതായത് ലിഫോ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അതായത് ഇതിൽ എന്തെങ്കിലും ഫസ്റ്റ് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാല് ഞാൻ അങ്ങനെ സംഭവം എടുത്തു വെച്ചാണ്. എടുത്ത് വെച്ച് ഓക്കെ, ഇതിൽ ആദ്യം വന്ന ആളായിരിക്കും അവസാനം പോകുന്നത്. ഓക്കെ, ഇവൻ ആയിരിക്കും ഇതിൽ നിന്ന് അവസാനം പോകുന്നത് ആൻഡ് അവസാനം വന്നവരായിരിക്കും ആദ്യം പോകുന്നത്. ഓക്കെ ഓക്കെ, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇറങ്ങി വന്ന ആള് ഫസ്റ്റ് കയറിട്ട് പോകും. ഓക്കെ, ലിഫോ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിലിപ്പോ ലാസ്റ്റ് ഇവനാണ് ഉള്ളത്, ഇവൻ പുറത്തേക്ക് പോകും. അങ്ങനെ പോണ ഒരു പരിപാടിയാണ് എന്താ പറയാ നമ്മുടെ സ്റ്റാക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാക്കും ഹീപ്പും ഇതെന്താണ്, ഇതിനോടുള്ള ഗുണം എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മെയിൻലി. സോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് ഇതില് ഈ മെയിൻ പ്രോഗ്രാം ആയിരിക്കും ഫസ്റ്റ് സ്റ്റാക്കിന്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് പോകുന്നത്. അതായത് ഞാനിവിടെ ഒരു മെയിൻ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ കോഡായിരിക്കും നമ്മൾ ആദ്യം സ്റ്റാക്കിന്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ഇങ്ങനെ വരാനായിട്ട് പോകും. ഓക്കെ, ലൈക്ക് ഞാനിവിടെ വേറൊരു ഫംഗ്ഷൻ പുറത്തുണ്ടാക്കുന്ന ഹലോ എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുവാണ്. ഓക്കെ, ഞാൻ ഈ ഫംഗ്ഷൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോയില്ല. ബട്ട് ഞാൻ ഇതിവിടെ കോൾ ചെയ്യാം. ഹലോ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ കോൾ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഒരു ഫംഗ്ഷൻ നേരെ ഇതിന്റെ ഉള്ളിലുണ്ടാവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്തുണ്ടാവും? ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ ആയിട്ടുള്ള ഹലോ ഇതിന്റെ ഉള്ളിലോട്ട് ഹലോ ഇതിന്റെ ഉള്ളിലോട്ട് കയറും. ഇതിന്റെ ഉള്ളിലോട്ട് മടക്കി വരും. ഗോട്ട് ഇറ്റ്? ഇതാണ് സ്റ്റാക്ക്, ഹോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ ആക്ച്വലി ഹോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഹലോ പ്രിന്റ് ആവും. ഹലോ വേൾഡ് പ്രിന്റ് ആവും. എന്നിട്ട് ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. ഈ സാധനം ഡിലീറ്റ് ആയി പോകും. അപ്പൊ ആൻഡ് നമ്മൾ തിരിച്ച് മെയിൻ ഫംഗ്ഷനിലോട്ട് വരും. മെയിൻ ഫംഗ്ഷൻ റിട്ടേൺ 0 ആൻഡ് ദിസ് വിൽ ഓൾസോ ബി പോപ്പ് ഔട്ട് ആൻഡ് വിൽ ബി എംപ്റ്റി സ്റ്റാക്ക്. ഓക്കെ, സ്റ്റാക്ക് എംപ്റ്റി ആവും, പ്രോഗ്രാം വിൽ ബി കട്ടാവുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ആക്ച്വലി ഒരു പ്രോഗ്രാം റൺ ആകുമ്പോൾ വർക്ക് ആകുന്നത്. അതായത് നമ്മുടെ മെയിൻ പ്രോഗ്രാം ഫസ്റ്റ് കയറി വരും. അതിന്റെ മേളിലേക്ക് ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് ഓരോ പ്രോഗ്രാംസ് വരും. എന്നിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ പോപ്പ് ചെയ്ത് ലാസ്റ്റ് ഔട്ട്. ഓക്കെ ഓക്കെ, ഇത് എന്താണ് ഇത്രയ്ക്ക് സ്പെഷ്യാലിറ്റി എന്ന് നോക്കുമ്പോൾ ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെമ്മറി ടൈം, അതായത് നമ്മൾ ആ കോഡ് റൺ ചെയ്യുന്നതിനേക്കാൾ മുമ്പുള്ള ഒരു മെമ്മറി അലോക്കേഷൻ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോ ഈ ഒരു കോഡ് റൺ ചെയ്യാൻ വരുന്നത് ഫോർ ഇമാജിൻ ലൈക്ക് ദാറ്റ് ലൈക്ക് what can I say 1 MB or 2 MB ഈ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ എടുക്കുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞാൽ 2 MB എന്നായിരിക്കും. അപ്പൊ ഈ 2 MB ആയിരിക്കും നമ്മുടെ സ്റ്റാക്കിൽ ഉണ്ടാകും. അപ്പൊ ഈ സ്റ്റാക്കിൽ 2 MB കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാല്യൂസ് വരുവാണെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നിങ്ങൾ ഇവിടെ വാല്യൂസ് കഴിഞ്ഞ് ഇപ്പോ ഞാനിവിടെ ഇങ്ങനെ വെച്ചാണ് സ്റ്റാക്കില് ഇങ്ങനെ വാല്യൂസ് ഉണ്ട്. ഈ ഒരു വാല്യൂസ് കഴിഞ്ഞ് പുതുതായിട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഇത് പുറത്ത്, അതായത് ഇത് കയറാൻ പറ്റില്ല. അപ്പൊ ഇത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു സംഭവത്തിലോട്ട് വരും. അപ്പൊ ഇത് അങ്ങനെ എപ്പോഴും ഈ സംഭവം ഒന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കമ്പയറിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ സൈസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അതായത് 2 MB ആണെന്ന് നമുക്ക് ആ കോഡ് റൺ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആ ഒരു മെമ്മറി ഒക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 2 MB കൊടുക്കുന്നില്ല. സോ സ്റ്റാക്ക് ഓവർഫ്ലോ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ന്യൂ വാല്യൂസിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദിസ് ഈസ് എ ബിഗ് ഡിസഡ്വാൻറ്റേജ്. കാരണം നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോഗ്രാം കാണിക്കാം. Where is that one? Like, 1 second. C program, C program. Dynamic array. Okay, CMD. ഓക്കെ, ഞാനിപ്പോ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതൊരു സി പ്രോഗ്രാമിൽ സംഭവമാണ്. ഡിനാമിക് ലൈക്ക് വറി അബൌട്ട് ദിസ് കോഡ് ലേൺ ഇറ്റ് ലേറ്റർ. ഓക്കെ, സോ ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനിവിടെ main.txt ആണ് റൺ ചെയ്തിട്ടുണ്ട്. മെയിൻ ടെക്സ്റ്റ്. അപ്പൊ അവിടെ എൻ്റർ ദ വാല്യൂ എന്ന് പറയുന്നുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും നമ്പർ അടിച്ചെടുത്താണ്. ആൻഡ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവാണ്. ആൻഡ് ദിസ് ഡാറ്റ അലോക്കേഷൻ ഈസ് ഡൈനാമിക്. ഞാൻ ഇങ്ങനെ നമ്പേഴ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോവാണ്. എനിക്ക് തോന്നുന്ന നമ്പേഴ്സ് ഞാൻ ഇവിടെ അടിക്കുവാണ് അല്ലെ. അങ്ങനെ അടിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു സംഭവം റണ്ണാവുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇതായോണ്ട് നിൽക്കുവാണ്. ആൻഡ് വെൻ ഐ ടൈപ്പ് എക്സിറ്റ് വാല്യൂസ് ആർ പ്രിന്റഡ്. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഡൈനാമിക് ആയിട്ടാണ് വരുന്നത് അല്ലെ. അതായത് ഈ ഇതിന്റെ വാല്യൂസിന്റെ സംഭവം ഒരിക്കലും പ്രീ ഡിഫൈൻഡ് അല്ല. അതായത് ഇത് എപ്പോ വരുന്നു എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് അല്ല. ഞാനിവിടെ വാല്യൂസ് ഓൾറെഡി ആഡ് ചെയ്ത് വെക്കുന്നു. ഓൺ ദ റൺ ടൈമാണ്, അതായത് ആ പ്രോഗ്രാം എപ്പോൾ റൺ ആവുന്നു ആ ഒരു ടൈമിലാണ് ഞാൻ എനിക്ക് വാല്യൂസ് അറയിലോട്ട് വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. സോ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സ്റ്റാക്ക് പറ്റില്ല. ഇത് നമ്മൾ സ്റ്റാക്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഉറപ്പ് വരും. ബിക്കോസ് സ്റ്റാക്കിൽ 2 MB ആണ് സൈസ് വരുന്നത്. നിങ്ങൾ അടിച്ചടിച്ചടിച്ചൊരു സാധനം. ഓക്കെ, അപ്പോ ഇതില് നിങ്ങൾ വാല്യൂസ് ആഡ് ചെയ്ത് അവസാനം സ്റ്റാക്ക് പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ then the program fails. ഓക്കെ, സോ അപ്പൊ ഇതിന് സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഹീപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഹീപ്പിൽ എങ്ങനെയാണ് സംഭവങ്ങൾ സ്റ്റോർ ആവുന്നത്? ഹീപ്പിൽ സ്റ്റോർ ആവുന്ന സമയത്ത് നമ്മൾ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഹീപ്പിൽ വാല്യൂസ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ സ്റ്റാക്കിനെ പറ്റി മനസ്സിലാക്കിയില്ലേ? അപ്പൊ നമുക്കൊരു സ്റ്റാക്കിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഹീപ്പിന്റെ ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഹീപ്പ് എന്ന് പറഞ്ഞ സംഭവം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻ സ്റ്റാർ പി ടു എന്താ പറയാ, ലൈക്ക് നമുക്ക് ആദ്യം ഒരു എ ഇസ് ഈക്വൽ ടു 10 നോക്കാം. എന്നിട്ട് ഇൻഡ് സ്റ്റാർ പി അസൈൻ അഡ്രസ് ഓഫ്. ഓക്കെ, അപ്പൊ ഇതും ആക്ച്വലി സ്റ്റാക്കിൽ തന്നെയാണ് സ്റ്റോർ ആണ്. ബട്ട് വെൻ എപ്പോഴാണ് നമുക്ക് ഒരു പ്രോഗ്രാമില് നമ്മളെ ഇതിൽ സ്റ്റോർ ആവുന്നത്? അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ main.txt ഞാൻ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു സി ക്രിയേറ്റ് ചെയ്യാം. മെയിൻ സിയിലാണ് ഞാൻ ശരിക്കും ഈ ഒരു കാട്ടിയത് പോകുന്നത്. സോ സിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് create ഒരു ഓക്കെ, അപ്പോ ഇതില് ബോയിലർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. അപ്പോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഹാഷിംഗ് കൂടെ ഉണ്ട്. നമുക്ക് ഇനി ലിബും കൂടി ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ ഹീപ്പിലോട്ട് വയ്ക്കാൻ പോവാണ്. ഹീപ്പിലോട്ട് വയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോയിന്റർ ആണ് നമ്മൾ വെക്കുന്നത്. ഇൻറ്റ് സ്റ്റാർ പി അസൈൻ. ഇത് ഞാൻ പറഞ്ഞുതരാം, ഇച്ചിരി ടാസ്ക് ആണ്. ഓക്കെ, and printf p. This is a program. What the fuck is this shit? Right. അപ്പൊ ഇത് എന്തിട്ട് തേങ്ങയാണെന്ന് എനിക്ക് ആർക്കും മനസ്സിലായിണ്ടാവില്ല. ഇത് അറിയുന്നവർക്ക് മനസ്സിലായിണ്ടാവും, അറിയാത്തവർക്കൊന്നും മനസ്സിലായിണ്ടാവില്ല. സോ ഞാൻ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ആക്കിയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹീപ്പ്. ഹീപ്പിലോട്ട് മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് മാലോക്, കാലോക്, റിയലോക്. ഓക്കെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്?
ഒരു ഹീപ്പിലോട്ട് മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ മാലോക്ക് കാലോക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹീപ്പ് എവിടെ, ഹീപ്പിനെ പറ്റി പറയുന്നത്. ഓക്കെ, മാലോക്ക് കാലോക്ക് ഇവിടെ പറഞ്ഞില്ല, റിയലോക്ക് ഫ്രീ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, നമ്മുടെ ഹീപ്പിൽ മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് ഹീപ്പ് ഇസ് എ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹീപ്പ് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു അറേക്ക് ഞാൻ റൺ ടൈമിൽ വാല്യൂസ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ റൺ ടൈമിൽ വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഹീപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിക് ആവാണ്ട് മെമ്മറി നിങ്ങൾക്ക് ഡൈനാമിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു ഡൈനാമിക് വാല്യൂസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് റൺ ടൈമിൽ കൂട്ടാനും കുറയ്ക്കാനും വട്ടവർ ഓപ്പറേഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹീപ്പിൽ മാത്രമേ ചെയ്യാം. ഓക്കെ, ഹീപ്പിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാമിന്റെ ഫുൾ മെമ്മറി സ്പേസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അത് ഒരു വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നമ്മുടെ നെറ്റ് പോയിട്ടുണ്ട്. ലെറ്റ് മീ കണക്ട് ടു മൈ ഓൺ നെറ്റ്, അതർവൈസ് എനിത്തിങ് വിൽ ഹാപ്പൻ. നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത്രേ. അപ്പോ അതാണ് ഒരു പ്രത്യേകത മാലോക്ക് യൂസ് ചെയ്യുന്നത്. ഈ മാലോക്കിന്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ഓഫ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ മെയിൻ പ്രോഗ്രാം ഉണ്ട്. മെയിൻ റൺ ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റാക്കിൽ ഫസ്റ്റത്തെ സംഭവം റൺ ആവുന്നത് മെയിൻ പ്രോഗ്രാം ആയിരിക്കും. ആൻഡ് ജസ്റ്റ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് 2 MB. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ടു എ അസൈൻ 10 എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ എ അസൈൻ 10 എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ഞാൻ ഈ എ അസൈൻ 10 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്റ്റാക്കിൽ തന്നെയാണ് സേവ് ആവുക. ഇവിടെ ഒരു സ്റ്റാക്കും കൂടി ഉണ്ടാക്കാം. ഇവിടെ ഒരു ഇതും കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് എ അസൈൻ 10. ഓക്കെ, എ അസൈൻ 10 എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് വിത്ത് മാലു വാട്ട് ദിസ് ഫംഗ്ഷൻ ഡു, നമുക്ക് ഇതൊക്കെ എടുത്ത് കളയാം. ഓക്കെ, malloc 10. ഓക്കെ, malloc 10 ലെറ്റ് നോട്ട് ലെറ്റ് ഇല്ല, സേഫിലോട്ട് പോയി. ഓക്കെ, ലെറ്റ് പി അസൈൻ malloc 10. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹീപ്പില് ഇത് കുറച്ച് സ്പേസ് തരും. അതായത് 10 ബൈറ്റ് അല്ലെങ്കിൽ ആ ഒരു 10 ഇതിനുള്ള സ്പേസ് നമ്മുടെ മാലോക്ക് ക്രിയേറ്റ് ചെയ്ത് തരും ഈ ഹീപ്പിൽ. സ്റ്റാക്കിലല്ല, ഹീപ്പിൽ. അപ്പൊ ഈ ഒരു സംഭവം ചെയ്യുന്ന വെച്ചാൽ ഇത്ര സ്പേസ് എനിക്ക് ഹീപ്പിൽ വേണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരും, ഞാൻ ക്ലിയർ ഔട്ട് ചെയ്തുതരാം. അപ്പൊ ഹീപ്പിൽ ഇത്ര സ്പേസ് ആണെന്ന് പറയുകയാണ്. ഓക്കെ, എനിക്ക് തന്നിട്ടുണ്ട് ഈ സ്പേസിന്റെ അഡ്രസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി എ വോയിഡ് പോയിന്റർ. ഓക്കെ, വോയിഡ് പോയിന്റർ എന്താ ഞാൻ പറഞ്ഞേക്കാം. വോയിഡ് പോയിന്റർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഈ 10 സ്പേസ് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ഏതൊരു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾസിലോട്ട് ഈ വാല്യൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ല എന്ന് മനസ്സിലായി. ഓക്കെ, അതായത് നമുക്കിവിടെ എന്താ പറയാ, assume that we got 10 bytes. ഓക്കെ, 10 ബൈറ്റ്സ് മെമ്മറിയാണ് നമുക്ക് മാലോക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോ ഹീപ്പിൽ കിട്ടിയിരിക്കുന്നത്. ഹീപ്പിൽ നമ്മളിപ്പോ 10 ബൈറ്റ്സ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ട്ടാ. നമുക്ക് മാത്രമുള്ളതാണ്, വേറെ ആൾക്കും കൊടുക്കില്ല, ലാപ്ടോപ്പ് ചാവും. ഓക്കെ, 10 ബൈറ്റ്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ബൈറ്റ്സിനെ നമുക്ക് ഏതിലേക്കെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ ഈ ഹീപ്പിൽ ഇപ്പോ ഈ അറേ ഒക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിലിപ്പോ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇതിനിപ്പോ 4 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അസൈൻ ചെയ്യാം, ബൈറ്റ്സ് 4 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഹീപ്പിൽ സ്റ്റാക്കിൽ തന്നെയാണ് ഇത് അസൈൻ ചെയ്യുന്നത്. സോ സ്റ്റാക്കിലത്തെ മെമ്മറി ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഹീപ്പിലത്തെ മെമ്മറിയാണ് 10 ബൈറ്റ്സ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഈ 10 ബൈറ്റ്സ് നമ്മൾ ഏതെങ്കിലും വേരിയബിളിൽ വെക്കാം. ഓക്കെ, അപ്പൊ വേരിയബിളിൽ വെക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലത്തെ സാധനം എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റില്ല. ഇതിന്റെ എന്തെങ്കിലും റെഫറൻസ് മാത്രമായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഹിയർ കംസ് അവർ മെയിൻ ടോപ്പിക്, പോയിന്റേഴ്സ്. ഓക്കെ, പോയിന്റേഴ്സ് എന്നാണ് നമ്മൾ നോക്കേണ്ട സമയം അടുത്ത് കഴിഞ്ഞു. പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാല് തിങ് ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് എ അനദർ തിങ്. ഓക്കെ, അപ്പൊ ഒരു മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പോയിന്റർ എന്ന് പറഞ്ഞത്. അപ്പൊ പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ആണ് ആക്ച്വലി പോയിന്റേഴ്സ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഈ ഒരു ഹീപ്പിലത്തെ മെമ്മറി എനിക്ക് ഇവിടെ പോയിന്റ് ചെയ്ത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ അഡ്രസ് കിട്ടും. ഓക്കെ, ഇതിനിപ്പോ അഡ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഫോർ അസ്യൂം ചെയ്യുക.
ഇതിന്റെ അഡ്രസ് പറഞ്ഞാല് അപ്പൊ ഒരു 100 ഞാൻ ശരിക്കും അഡ്രസ് എങ്ങനെ കിട്ടുന്നത് കാട്ടിരാട്ടാ പേടിക്കണ്ട സെറ്റ് ആക്കാം ആ ചാർജ് കഴിഞ്ഞില്ലെങ്കിൽ സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ ഇതിലിപ്പോ 1000 ആണ് ഇതിന്റെ അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പോയിന്റർ റിലേറ്റീവ് ആണ് ഈ സ്റ്റാക്കിൽ നമ്മളൊരു പോയിന്റർ റിലേറ്റീവ് അതായത് ഇൻഡ് സ്റ്റാർ പി അസൈൻ ദിസ് 1000 ഇങ്ങനെ ഓക്കെ ഇൻഡ് സ്റ്റാർ പി അസൈൻ ദിസ് 1000 ഇങ്ങനെ നമ്മൾ ഒരു ഇതിലോട്ട് ഇതാക്കി വെക്കും അപ്പൊ ഇതില് ഈ പോയിന്റർ പിയില് നമ്മുടെ എന്തിന്റെ അഡ്രസ് ഉണ്ട് ഇതിന്റെ അഡ്രസ് ഉണ്ട് ഓക്കെ ലൈക്ക് ഈ 1000ന്റെ അഡ്രസ് ഉണ്ട് സോ നമ്മൾ ഇതിൽ എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കും സ്റ്റോർ ആവും ഓക്കെ ഗോട്ട് ഇറ്റ് അപ്പോ നിങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ആവുന്നത് ഇതിലായിരിക്കും സോ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഇതില് ലെറ്റ്സ് അസ്യൂം ഓക്കെ ഇനി ഈ ഒരു സ്റ്റാക്കിൽ ഞാൻ ഒരു പുതിയൊരു ഇതിലാണ് ഞാനിവിടെ പി അസൈൻ എന്താ പറയാ 20 ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കും അപ്പൊ ഇതിന്റെ ഈ ഒരു ഈ 20 എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി സ്റ്റോർ ആകാൻ പോകുന്നത് ഇതിന്റെ അകത്തായിരിക്കും ഓക്കെ ഇത് ആക്ച്വലി സ്റ്റോർ ആവുന്നത് എവിടെയായിരിക്കും ഇതിന്റെ ഉള്ളിലായിരിക്കും സ്റ്റോർ ആവുക ഓക്കെ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഉള്ളിലായിരിക്കും ഇത് സ്റ്റോർ ആവുക ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയായിരിക്കും ബിക്കോസ് ഇതിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്രസ് ആണ് ഹീപ്പിലത്തെ ഒരു അഡ്രസ് ആണ് ഇതിന്റെ റെഫറൻസ് അപ്പൊ ഇതിലത്തെ മെമ്മറി സ്റ്റോർ ആവുന്നത് അതായത് ഇതിലത്തെ ഡാറ്റ സ്റ്റോർ ആവുന്നത് എവിടെയായിരിക്കും ഹീപ്പിലായിരിക്കും സ്റ്റോർ ആവുക സോ നമുക്ക് ഇതിലത്തെ ഹീപ്പ് വെച്ചിട്ട് നമുക്ക് ഇനി എത്ര വലിയ ഡാറ്റ വേണമെങ്കിലും ഹീപ്പിൽ കൊണ്ട് സ്റ്റോർ ചെയ്യാം അതായത് ഇപ്പൊ നമ്മൾ 10 ബൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് 10 ബൈറ്റ്സ് നമുക്ക് ഇത് ഹീപ്പിൽ സ്റ്റോർ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ മാലോക്കിൽ ഇത്രയൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഇത്രയ്ക്കും വലിയൊരു ഡാറ്റ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഹീപ്പിന്റെ അകത്ത് ഹീപ്പ് ഫുൾ ആവണം ഹീപ്പ് റാമിന്റെ ഒരു മെമ്മറി ആയിരിക്കും ഹീപ്പ് സോ അതായിരിക്കും നമ്മൾ ആക്കേണ്ടത് ഓക്കെ ദെൻ വരുന്നതാണ് ഞാൻ ഇതൊന്ന് കുത്തിവെക്കട്ടെ അല്ലെങ്കിൽ പോസ് ഓക്കെ ഓക്കെ ഫോർ ദാറ്റ് ചാർജിങ് ആയിട്ടുണ്ട് ഇനി പേടിക്കണ്ട ആൻഡ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് സൈസ് ഓഫ് ഇൻഡ് സൈസ് ഓഫ് ഇൻഡ് എന്ന് പറഞ്ഞ സാധനം എന്തിനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് സൈസ് ഓഫ് ഇൻഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡിജറിന്റെ സൈസ് കിട്ടാനാണ് ബിക്കോസ് ഇൻഡിജറും പല സിസ്റ്റത്തിലും അതായത് 64 ബിറ്റിലായാലും 82 ബിറ്റിലായാലും ഡിഫറെന്റ് ബൈറ്റ്സ് ആയിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഓക്കെ മേ ബി 64 ബിറ്റില് 8 ബൈറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ 32 ബിറ്റില് 4 ബൈറ്റ്സ് ആയിരിക്കും അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിസ്റ്റംസ് സോ സൈസ് ഓഫ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇന്റിജറിന്റെ എത്ര സാധനങ്ങൾ സ്റ്റോർ ചെയ്യണം എന്നുള്ളൊരു സംഭവം കിട്ടും ഓക്കെ സോ ഞാനിവിടെ സൈസ് ഓഫ് ഇൻഡ് എന്ന് പറഞ്ഞ കൊടുക്കുകയാണ് സൈസ് ഓഫ് ഇൻഡ് അപ്പൊ ഇതിൽ എന്ത് സേവ് ആവും ഈ ഒരു പോയിന്റർ ഇത് നമുക്ക് പോയിന്റർ ആയിട്ട് വെക്കാം അപ്പൊ സൈസ് ഓഫ് ഇൻഡ് ഇതിൽ സ്റ്റോർ ആവുന്നത് ഒരു 4 ബൈറ്റ്സ് ആയിരിക്കും ലെറ്റ്സ് അസ്യൂം 4 ബൈറ്റ്സ് ആയിരിക്കും ഇതിൽ സ്റ്റോർ ആവുക ഈ 4 ബൈറ്റ്സ് സ്റ്റോർ ആയി കഴിഞ്ഞാൽ ഇതൊരു വോയിഡ് പോയിന്റർ ആണ് ഇത് വോയിഡ് പോയിന്റർ ആയതുകൊണ്ട് ഇതിലിപ്പോ ജസ്റ്റ് ഒരു നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ബൈറ്റ് നമ്മുടെ ഇതിൽ ഉള്ളതാണ് അപ്പൊ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോ തൽക്കാലം കുറച്ച് സിംപ്ലിസിറ്റിക്ക് വേണ്ടി 10 ബൈറ്റ്സ് എന്ന് പറയാം അപ്പൊ 10 ബൈറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൻഡ് ഈ 10 ബൈറ്റ്സ് നമ്മൾ എന്തിലേക്കെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്യണം അതായത് നമ്മളിപ്പോ ഏത് ടൈപ്പിലാണ് നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു വേരിയബിൾ ആക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ് ന്യൂ പി ന്യൂ പി എന്ന് കൊടുക്കുകയാണ് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ടൈപ്പ് കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്റിജർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 10 ബൈറ്റ്സ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ആൻഡ് നമ്മൾ ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്ത സാധനം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് നമുക്കിത് പ്രിന്റ് ചെയ്ത് നോക്കാം എന്തായാലും അഡ്രസ് ഓഫ് പി ഈസ് ബ്ലൂ 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 ഓക്കെ ദിസ് ഈസ് അഡ്രസ് ഓഫ് പി ആൻഡ് നമുക്ക് ഇവിടെ വാർണിംഗ് വന്നിട്ടുണ്ട് സൈസ് ഓഫ് ഡിഫറെന്റ് ഇന്റിജർ ഇതെന്താ ഞാൻ പറഞ്ഞുതരാം അപ്പോ ലൈക്ക് ദിസ് തിങ് എന്താ ഞാൻ പറഞ്ഞത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആക്ച്വലി ദിസ് വൺ ഇസ് ദാറ്റ് ഞാനിവിടെ ഇതിൽ വന്നു മെയിൻ ഈ ഓക്കെ നമുക്ക് ഇവിടെ ഇത് വന്നിട്ടുണ്ട് അഡ്രസ് ഓഫ് പി ആക്ച്വലി നമ്മൾ ഈ സ്റ്റോർ ചെയ്ത 10 ബൈറ്റ്സിന്റെ അഡ്രസ് ആണ് ഇത് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ അതായത് നമ്മളിപ്പോ 10 ബൈറ്റ്സ് നമ്മൾ അലോക്ക് വെച്ച് ഹീപ്പിൽ അലോക്കേറ്റ് ചെയ്തു ഈ അലോക്കേറ്റ് ചെയ്ത ഹീപ്പിലത്തെ അഡ്രസ് ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് ആൻഡ് നമ്മൾ ഈ അഡ്രസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ് പി എന്ന് പറഞ്ഞ ഒരു പോയിന്ററിൽ സേവ് ചെയ്ത് വെച്ചു ആൻഡ് ഈ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇന്റിജർ ടൈപ്പിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തു അതായത് നമ്മൾ ഇതിലത്തെ ലൈക്ക് ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്
ആൻഡ് ഇതിലത്തെ 4 ബൈറ്റ്സ്, ദീസ് ബൈറ്റ്സ് ഇത് ഇന്റിജറിന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ഫോർ ഇന്റിജർ. ഇത് വേറെ ആർക്കും തൊടാൻ പറ്റില്ല. ഇന്റിജർ ഇന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 4 ബൈറ്റ്സ് എടുക്കുന്നത്. ആൻഡ് അപ്പൊ ഞാൻ ഈ ഇന്റിജറിന് വേണ്ടി 4 ബൈറ്റ്സ് എടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ലെറ്റ് ന്യൂ ഓർ ഹാപ്പി എന്ന് പറഞ്ഞു. ഹാപ്പി അസൈൻ ഹാപ്പി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്യാരക്ടറിന് എത്രയാണ് ആക്ച്വലി വരുന്നത്? ക്യാരക്ടറിന് വരുന്നത് പറഞ്ഞാല് 1 ബൈറ്റ് ആണ്. അപ്പോ ഇവിടെ 4 ബൈറ്റ് എടുത്തു കഴിഞ്ഞു, അതുപോലെ ക്യാരക്ടറിന് 1 ബൈറ്റും കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇവിടെ ക്യാരക്ടറിന് ഞാൻ ഒരു 1 ബൈറ്റും കൂടി കൊടുക്കുകയാണ്. ക്യാരക്ടറിന് ഇത് ഭയങ്കര ഇല്ലീഗൽ ആണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ശരിക്കുള്ള മെത്തേഡ് കാട്ടിത്തരാം. നിങ്ങൾ ചെയ്യരുത് ഒരിക്കലും. 10 ബൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കൊടുക്കരുത്. ഞാനിത് റിസർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടതാണ്. But ഇത് തികച്ചും ഇല്ലീഗൽ ആണ്. സോ ഡോണ്ട് ട്രൈ ടു യൂസ് ദിസ്. ഓക്കെ, അപ്പോ ഇത് ഇങ്ങനെ നമുക്കിപ്പോ ക്യാരക്ടറിന് കൊടുത്തു. ഇനി നമുക്ക് ക്യാരക്ടറിന്റെ ഇത് നോക്കാം. ജസ്റ്റ് ഒന്ന് CPP അല്ല വേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ കാണാൻ പറ്റുന്നത് ദിസ് ഈസ് തികച്ചും ഇല്ലീഗൽ ആണ്. പൊന്നു മോനസ് ഇങ്ങനെ നിങ്ങൾ ചെയ്യരുതെന്ന് വാണിംഗ് തരുന്നുണ്ട്. ടൈപ്പ് കാസ്റ്റിംഗ് ഫ്രം ഇന്റിജർ ടു ഡിഫറെന്റ് സൈസ്. ഓക്കെ, ഡിഫറെന്റ് സൈസിലുള്ള സാധനങ്ങൾ ഒരിക്കലും ടൈപ്പ് കാസ്റ്റ് ചെയ്യരുത്. മെമ്മറി ലോസ് വരും. ബിക്കോസ് നമ്മളിപ്പോ ഈ 2 സംഭവങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള 5 ബൈറ്റ്സ് ഇവിടെ വെറുതെ പോവാണ്. ലൈക്ക് ദിസ് 5 ബൈറ്റ്സ് ആർ ഫ്രീലി ലെഫ്റ്റ്. നമുക്ക് ഇതുകൊണ്ട് ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇനിയും ഒരു ഇന്റിജർ ഇവിടെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അടിച്ചു പോകും. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ സംഭവം കേടായി പോകും. സോ ഓക്കെ, ഇത്രയാണ് മെയിൻലി നമ്മൾ നോക്കാനുള്ളത്. ആൻഡ് ഇതിന്റെ മര്യാദക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ എന്ത് ചെയ്തേ, ഞാൻ അവിടെ ശരിക്കും വരച്ച് കാട്ടില്ല. ആദ്യം നമ്മൾ ഇവിടെ ഹീപ്പ് ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, സ്റ്റാക്ക് സ്റ്റാക്ക് ഉണ്ട് അല്ലെ? ഹീപ്പ് ഉണ്ട്, സ്റ്റാക്കും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഒരു 10 ബൈറ്റ്സ് ഹീപ്പില് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ 10 ബൈറ്റ്സ് എനിക്ക് ഹീപ്പിൽ വേണം എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള malloc 10 ബൈറ്റ്സ് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ ഹീപ്പില് ഇതുപോലൊരു സ്റ്റോറേജ് നമുക്ക് വേണ്ടി മാറ്റി വെക്കും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന? ഈ ഒരു സ്റ്റോറേജിന്റെ അഡ്രസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വി വിൽ ഗെറ്റ് ദി അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ബൈറ്റ്. ഓക്കെ, ഒരു ഇതിന്റെ അഡ്രസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ മാലോക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം യൂസ് ചെയ്തിട്ട് റിട്ടേൺ വാല്യൂ ആയിട്ട് കിട്ടുന്നത് നമുക്ക് അഡ്രസ് ആയിരിക്കും. ഈ അഡ്രസ് നമ്മൾ ഒരു പോയിന്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇതിങ്ങനെയാണ് നമ്മൾ പോയിന്റേഴ്സ് ഇനീഷ്യലൈസ് ചെയ്യുക. പോയിന്റേഴ്സിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഇത്. അപ്പൊ ഇതിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ലൈക്ക് വി ആർ സ്റ്റോറിങ് ലൈക്ക് ഇൻ ഇത് അഡ്രസ് ആണ് കേട്ടോ. ഇതിൽ സ്റ്റാർ പി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ സാധാ വേരിയബിൾസ് ആക്കിയിട്ട് സ്റ്റാർ പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് പോയിന്ററിനുള്ളിൽ അഡ്രസ് സ്റ്റോർ ചെയ്യുന്നത്. ലൈക്ക് ദിസ് ഈസ് ദ ഇമാജിൻ, ലൈക്ക് ദിസ് ഈസ് ദ അഡ്രസ്. ഓക്കെ, അപ്പൊ ഈ അഡ്രസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. ഓക്കെ, ഈ ഒരു അഡ്രസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അതാണ് ഈ ഫംഗ്ഷൻ ആക്ച്വലി മീൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്റീജറിന്റെ ഒരു വാല്യൂവിന് വേണ്ടി നമ്മൾ ഇവിടെ കുറച്ച് സ്റ്റോർ മാറ്റി വെക്കുകയാണ്. അതായത് ഇവിടെ ഇന്റീജറിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തില് കുറച്ച് സ്ഥലം മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇതിൽ എന്താ നമുക്ക് കിട്ടാൻ നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രിന്റ് ഓഫ് ന്യൂ പി. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് നോക്കാം? മൈ ഗോഡ്, ഐ ഹാവൻറ്റ് കമ്പൈൽഡ് ദിസ്. ഓക്കെ, നമുക്ക് ഇതിൽ കിട്ടുന്നത് വേറൊരു ഗാർബേജ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഇതിൽ വേറെ എന്തൊക്കെ വാല്യൂസ് വന്ന് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ വാല്യൂ മര്യാദയ്ക്ക് കിട്ടാത്തത്. സോ ഇത് നമുക്ക് ഇതിൽ വാല്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂ ഇസ് ഈക്വൽ ടു ലൈക്ക് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും വെക്കാം. ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു വാല്യൂ വെക്കുവാണ്. ആൻഡ് നമുക്ക് ഒന്നുകൂടി കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അഡ്രസ് അല്ല, ആക്ച്വലി വാല്യൂ ആണ്. വാല്യൂ. ഓക്കെ, ദെൻ നമുക്ക് ഒരു ക്യാരക്ടറും കൂടി ഉണ്ടാക്കാം. ഇൻ ന്യൂ ടു ഇവിടെ നമുക്ക് ക്യാപി എന്ന് കൊടുക്കാം. ഇത് തികച്ചും ഇല്ലീഗൽ ആണ്, എനിക്ക് വരുന്നു. ഓക്കെ, ഇങ്ങനെ ഞാൻ പറഞ്ഞുതരും. ഈ വീഡിയോ അത് പറഞ്ഞിട്ട് ഞാൻ തീർക്കുള്ളൂ. ഓക്കെ, ക്യാപി
അസൈൻ ക്യാരക്ടർ നമുക്ക് ഒരു ഇത് മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ സ്റ്റോർ ചെയ്യാം. ആൻഡ് സെമി കോളൻ വിട്ടു പോരുത് മച്ചാനേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ആ ന്യൂ ക്യാരം കൂടി പ്രിന്റ് ചെയ്യിക്കുകയാണ്. ഓ മൈ ദിസ് ഇസ് ഓക്കെ. നമുക്കിവിടെ ഈ ഒരു ഇതും ഇതായിട്ടുണ്ട്. ആൻഡ് ദിസ് മെമ്മറീസ് ആർ സ്റ്റോർഡ് ഇൻസൈഡ് ദ ഹീപ്പ്. ഈ ഹീപ്പിനുള്ളിലായിരിക്കും ഇത് സ്റ്റോർ ആവുന്നത്. ഈ ക്യാരക്ടറും ഈ നമ്മൾ അടിച്ചു കൊടുത്ത നമ്പേഴ്സും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ആവുന്നത് ഹീപ്പിന്റെ അകത്തായിരിക്കും. സോ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ഇനി ലീഗൽ ആയിട്ടുള്ള ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ മാലോക്ക് വെച്ചിട്ട് മാലോക്ക് വെച്ച് ശരിക്കും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സൈസ് ഓഫ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ സൈസ് ഓഫ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഇന്റിജർ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാമെന്ന് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കൊടുക്കാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ എന്താ പറയാ, ഇൻഡ് എ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഒരു ന്യൂ പി ഇസ് ഈക്വൽ ടു ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ് ആക്ച്വലി ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുക. ആൻഡ് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു വേരിയബിളിലോട്ട് ഇത് എടുത്തേക്കാം. എ ഇസ് ഈക്വൽ ടു ന്യൂ ഒരു വാല്യൂ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഈക്വൽ ടു 10. Okay. My God, I am re-initializing this thing, right? Okay. നമ്മൾ ഇതിലോട്ട് ഈ വാല്യൂ ആഡ് ചെയ്യുകയാണ്. ആൻഡ് let's run this thing. നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഇത് ഇങ്ങനെയല്ല. ഇൻഡ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഇൻഡിജറിന്റെ ഒരു സംഭവം നമ്മൾ ഇതിലോട്ട് വെക്കുകയാണ്. ഈ മെമ്മറി അലോക്കേഷൻ നമ്മൾ ഇതിൽ വെക്കുകയാണ്. ഓക്കെ, യാ, നമ്മൾ ഈ ഒരു വാല്യൂ നമ്മൾ എടുത്തു വെക്കുന്ന പരിപാടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റിജറിനാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഇത് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഓക്കെ, കാരണം ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു വോയിഡ് പോയിന്റർ തന്നെയായിരിക്കും. സോ നമ്മളിവിടെ ഇറ്റ്സ് ബെറ്റർ ടു ഡു ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ഇൻ എ അസൈൻ ഇൻ പി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യാം. നമുക്കിവിടെ പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സാധനം ഫ്രീ ചെയ്യാൻ മറക്കരുത്. ഫ്രീ ചെയ്യുന്ന എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ഈ ഒരു സംഭവത്തിനുണ്ടല്ലോ, ഇതിനെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന പരിപാടിയാണ് ഫ്രീ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അങ്ങോട്ട് എടുത്ത് കാട്ടിൽ കളയാം. ഓക്കെ, ദിസ് ഈസ് കോണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ഈ ഒരു ഇതിന്റെ അഡ്രസ്സും അതുപോലെ ഇതിന്റെ അഡ്രസ്സും എന്താ നമുക്ക് നോക്കാം. ഓക്കെ, പ്രിന്റ് അഡ്രസ് ഓഫ് പിയുടെ അഡ്രസ് എന്താ നോക്കാം. അതുപോലെ പ്രിന്റ് അഡ്രസ് ഓഫ് എ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്ക് പിയുടെ അഡ്രസ്സും അഡ്രസ്സും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറഞ്ഞ സാധനം എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? ഇതിന്റെ ഉള്ളിലായിരിക്കും, ഹീപ്പിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിനുശേഷം ഇത് ഫ്രീ ചെയ്തിട്ട് ഈ പീനെ നമ്മൾ നശിപ്പിച്ച് കളയാണ്. അപ്പോൾ ഈ ഒരു മെമ്മറി അലോക്കേഷന് മറ്റുള്ള ഒരു സംഭവം വിട്ടുപോവാണ്. അതായത് ഇത് ഫ്രീ ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ ഡിലീറ്റ് ആയി പോവാണ്. ആൻഡ് ഇതിലത്തെ സ്പേസ് പോവും. അപ്പോൾ ആ ഒരു ഹീപ്പ് നശിപ്പിച്ചു പോകും. ഓക്കെ, ദാറ്റ് വിൽ ബി ഡിസ്ട്രോയ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ നോക്കാനുള്ളത്. ആൻഡ് ടൈപ്പ് കാസ്റ്റിംഗ് നിങ്ങളൊന്ന് നോക്കാം. ഇതിന്റെ പ്രോപ്പർ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരാം. And like this, I think. Yeah, correct. എനിക്ക് സിൻടാക്സ് ഭയങ്കര അലർജി ഉള്ള സാധനമാണ് കേട്ടോ. കാരണം നമ്മൾ C++ ഇങ്ങനെയല്ല യൂസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദിസ് ഇസ് ദ ബെസ്റ്റ് ഫോർമാറ്റ്. ഓക്കെ, അതായത് നമ്മളിപ്പോ മെമ്മറി അലോക്കേഷൻ നള്ളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ആ അലോക്കേഷൻ ഫെയിൽഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ പി നള്ളാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. മേ ബി ഇവിടെ ഒരു അഡ്രസ്സും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ നമുക്ക് ഇവിടെ സൈസ് ഓഫ് നമുക്ക് നോക്കാം. സൈസ് ഓഫ് പ്രിന്റ്
size of p, size of p, very നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സൈസ് ഓഫ് പി എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. 8 ബൈറ്റ്സ് ആണ് നമ്മുടെ 64 ബിറ്റിൽ. എന്റെ സിസ്റ്റം 64 ബിറ്റ് ആണ്. 64 ബിറ്റ് 8 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് 8 ബിറ്റ് ആയിരിക്കും നമുക്ക് ഈ മെമ്മറി അലോക്കേഷനിൽ നിന്ന് കിട്ടുന്ന സ്പേസ് എന്ന് പറഞ്ഞാല്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടോ. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ക്യാരക്ടർ എടുക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ 8 ബൈറ്റ്സ് ആണ്. അപ്പൊ ഈ ഒരു 8 ബൈറ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതിന്റെ ക്യാരക്ടർ എടുക്കുന്നതും ഇത്ര ബൈറ്റ് ആണ്. അങ്ങനെ ഈ ഒരു മെമ്മറി നമുക്ക് ആദ്യം ഹീപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിനെ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്തൊരു ടൈപ്പിലോട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നു. ദെൻ നമ്മൾ ആ ഒരു ടൈപ്പിൽ എടുത്ത് യൂസ് ചെയ്യുന്നു ഹീപ്പിൽ. അപ്പൊ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവം എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ലിങ്ക് ലിസ്റ്റിന്റെ വീഡിയോ, പോയിന്റേഴ്സിന്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ സൂൺ ആൻഡ് ടേക്ക് കെയർ. ഓക്കെ, ഞാൻ ഇത് ലൈക്ക് സി സി പ്ലസ് ഇത് എങ്ങനെ സെയിം ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയുടെ ലിങ്ക് ലിസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.